അപ്പോൾ കുട്ടികളെ നമുക്ക് തുടങ്ങാം. ഗുഡ് ഈവനിങ്. അപ്പൊ നമുക്ക് തുടങ്ങാമേ. ആദ്യം നമ്മൾ ജോഗ്രഫിയാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ജോഗ്രഫി നമുക്കൊരു അരമണിക്കൂർ എടുത്തതിന് ശേഷം ഹിസ്റ്ററിയിലേക്ക് പോകാം. ഓക്കെ ഓക്കെ സർ. ഓക്കെ. ഡെവലപ്മെന്റ് ഇൻഡിസസ്, അതായത് വികസന സൂചികകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. Countries are classified into developed and developing nations. What is the basis of this classification? How can be identified whether a country has developed? There are certain recognized indices used to measure and assess economic development. Some of the important development indices can be identified from the chart given below. Development indices: per capita income, physical quality of life index, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതായത് HDI എന്ന് ഷോർട്ട് ഫോമിൽ പറയും. ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്, അതായത് നമ്മളിനി നോക്കാൻ പോകുന്നത് വികസന സൂചികകളാണ്. അഥവാ ഡെവലപ്മെന്റ് ഇൻഡിസസ് കേട്ടോ. ലോകരാജ്യങ്ങളെ പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്. ലോകരാജ്യങ്ങളെ പൊതുവെ എത്രയായിട്ട് തരംതിരിക്കാറുണ്ട്? പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട് കേട്ടോ. സർ. അവ യഥാക്രമം വികസിത രാജ്യങ്ങളെന്നും വികസ്വര രാജ്യങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്. ഏതൊക്കെയാണ്? വികസ്വര രാജ്യങ്ങളെന്നും വികസിത രാജ്യങ്ങളും എന്നും രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമോ കുഞ്ഞുങ്ങളെ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തരംതിരിവ് നടത്തുന്നതെന്ന്? ഇങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെടുന്ന എന്തിന്റെ ബേസിസിലാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇല്ല സാർ. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു രാജ്യം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ വികസിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ നമുക്ക് കണക്കാക്കാൻ കഴിയും? എങ്ങനെയായിരിക്കും നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്? അത് എങ്ങനെയായിരിക്കും? ആ നാട്ടിലെ പട്ടിണിയൊക്കെ ഇല്ലാതാവുമ്പോ അത് വികസിത രാജ്യമാകുമോ സാറേ?
പട്ടിണി മാത്രമല്ല മോനെ, അതിന് ഒരുപാട് ബേസസ് ഉണ്ട് കേട്ടോ. പട്ടിണി മാത്രം ഇല്ലാതായത് കൊണ്ട് കേട്ടു സാർ. അത് ഡെവലപ്പ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല സാർ. ഇല്ല. ഇപ്പോൾ സപ്പോസ് നമ്മുടെ ചിറ്റാറിൽ ആരും പട്ടിണി കിടക്കുന്നില്ലെന്ന് വെക്കുക. അതുകൊണ്ട് മാത്രം ചിറ്റാറിന്റെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആകുമോ? ഇല്ല സാർ. ഇല്ല. സാർ. മറിച്ച് ചിറ്റാറിൽ ഒരു നല്ല ഹോസ്പിറ്റൽ ഇല്ല. അത് ചിറ്റാറിന്റെ അൺഡെവലപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഒരാൾ പട്ടിണി കൊണ്ട് മരിക്കത്തില്ല, മറിച്ച് ഒരാൾക്ക് ഒരസുഖം വരാം. ആ ഒരു അസുഖം വന്നത് കൊണ്ട് അയാൾ മരണപ്പെടാം. കാരണം അസുഖം വന്നു, കൃത്യമായിട്ട് ചികിത്സ കിട്ടിയിട്ടില്ല എന്ന് വെക്കുക. ആ കൃത്യമായിട്ട് ചികിത്സ കിട്ടാതെ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? എന്തായിരിക്കും സംഭവിക്കുന്നത്? കൃത്യമായിട്ട് ചികിത്സ കിട്ടാതെ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? മരണപ്പെടാം, അല്ലേ? ഇപ്പോൾ പെട്ടെന്ന് നോക്കുക, ഞാൻ സ്കൂളിൽ നിൽക്കുന്നു, ഞാൻ പെട്ടെന്ന് കുറച്ച് ബ്ലഡ് അങ്ങ് വോമിറ്റ് ചെയ്യുന്നു. അങ്ങനെ കഴിയുമ്പോൾ ഒരു തവണ വോമിറ്റ് ചെയ്യുന്നു, 2 തവണ വോമിറ്റ് ചെയ്യുന്നു, 3 തവണ വോമിറ്റ് ചെയ്യുന്നു. 4ാം തവണ ഞാൻ വൊമിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്നെ എവിടെ എത്തിക്കും? ഹോസ്പിറ്റലിൽ എത്തിക്കും. സപ്പോസ് ചിറ്റാറിലെ ഹോസ്പിറ്റൽ ഇല്ല, ഞാനപ്പോ വല്ലാണ്ട് ടയേർഡായി കഴിഞ്ഞു. അപ്പോൾ ചിറ്റാറിൽ ഹോസ്പിറ്റൽ ഇല്ല. അപ്പൊ എന്നെ എത്ര കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വരും? ഒരു 10-25 കിലോമീറ്റർ. ഏകദേശം അവന്റെ കണക്ക് പ്രകാരം കുന്നിലാണ് 25, പത്തനംതിട്ടയിലാണ് 30 കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വരും, അല്ലേ? അതെ സാർ. ആ സമയത്ത് ഞാൻ ആകെപ്പാട് വല്ലാണ്ട് ക്ഷീണിച്ചു, വീണ്ടും വീണ്ടും ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നു. ഒരുപക്ഷെ എന്റെ മരണം സംഭവിക്കാം. മറിച്ച് ചിറ്റാറിൽ നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നെങ്കിലോ? സാറിനെ ഇവിടെ ആശുപത്രി കാണിക്കായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ എന്റെ മരണം സംഭവിക്കത്തില്ല. സംഭവിക്കുമായിരുന്നോ? ഇല്ല സാർ. ഇല്ല. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്തതും അതുപോലെയുള്ള, അത് ഞാനൊരു ഉദാഹരണമാണ് അതിൻ്റെ. മനസ്സിലായോ? ഇതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിനായിട്ട് ഉള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ? ഓക്കെ സാർ, മനസ്സിലായി. അവിടെ സാമ്പത്തിക വികസനം അംഗീകരിക്കുന്നതിനായിട്ടും അവ കണക്കാക്കുന്നതിനായിട്ടും ചില പൊതുവായിട്ടുള്ള വികസന സൂചികകൾ ഉണ്ട്. ആ പുസ്തകത്തിൽ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ടിനകത്ത് നോക്കൂ, പ്രധാനപ്പെട്ട വികസന സൂചികൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ആ ചാർട്ടില് 4 ബ്രാഞ്ചസ് ആയിട്ട് ഈ ഡെവലപ്മെന്റ് ഇൻഡെക്സസ് മാറിയിട്ടുണ്ട്, കേട്ടോ. അതായത് ഒന്നാമത്തെ പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം, കണ്ടോ? കണ്ടോ?
കണ്ടോ നിങ്ങള്? കണ്ടോ? കണ്ടു സാർ. ഭൗതിക ഗുണനിലവാര സൂചിക കണ്ടോ? ഭൗതിക ഗുണനിലവാര സൂചിക അഥവാ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ഇൻഡെക്സ് കണ്ടോ? ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ഇൻഡെക്സ്, ഭൗതിക ഗുണനിലവാര സൂചിക. അതേപോലെ തന്നെ മാനവ വിഭവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ലൈഫ് ക്വാളിറ്റി ഓഫ് ഇൻഡെക്സ്, മാനവ ഗുണനിലവാര സൂചിക കണ്ടോ? അതുപോലെ തന്നെ മാനവ സന്തോഷ സൂചിക, ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്. മനസ്സിലായോ? ഇത്ര ഭാഗം മനസ്സിലായോ? അപ്പോൾ ആ ഡെവലപ്മെന്റ് ഇൻഡിസസ് മനസ്സിലായല്ലോ. അതില് ഒന്നാമത്തെ വികസന സൂചിക അല്ലെങ്കിൽ ഒന്നാമത്തെ ഡെവലപ്മെന്റ് ഇൻഡിസസ് നമുക്ക് നോക്കാം. എന്താണ്? പെർ ക്യാപിറ്റ ഇൻകം അഥവാ പ്രതിശീർഷ വരുമാനം കണ്ടോ? നോക്കാം നമുക്ക്. Among development indices, per capita income was considered the simplest and the popularly used in the past. This is a conventional index of development. Per capita income is calculated by dividing the national income by the population. As per this index, two aspects must be analyzed in order to find out whether a nation has achieved economic development. Growth rate of national income. Population growth rate. Per capita income increases only when the growth rate of national income is more than the population growth rate. Increasing per capita income is an index of development. Per capita income helps in assessing the economic growth of a country as compared to the previous year. It is also useful in the comparing the growth of different countries. capita income as a
development index has certain limitation. Per capita income is an average income. For example, assume that the per capita income of a country is rupees 40,000. This does not means that individuals of the country received the income of rupees 40,000. It is include the population earning across the rupees as well as thus this very low income. So this is merely numerical calculation. അതായത് നമ്മളുടെ ഡെവലപ്മെന്റ് ഇൻഡിസസിൽ ഏറ്റവും ലളിതമായ ഒരു വികസന സൂചികയാണ് പെർ ക്യാപിറ്റ ഇൻകം അഥവാ പ്രതിശീർഷ വരുമാനം. ആദ്യകാലത്ത് പ്രധാനമായിട്ടും മുൻഗണന നൽകി പരിഗണിച്ചിരുന്നത് ഈ പെർ ക്യാപിറ്റ ഇൻകം അഥവാ പ്രതിശീർഷ വരുമാനത്തെയാണ്. മനസ്സിലായോ? ഇത് ഒരു പരമ്പരാഗത ഡെവലപ്മെന്റ് ഇൻഡിസസ് ആണ്. ഇത് ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഇൻഡിസസ് ആണ് ഈ വികസന സൂചിക. ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം അഥവാ പ്രതിശീർഷ വരുമാനം. ഈ ഇക്വേഷൻ ഒന്ന് മാർക്ക് ചെയ്തിടണം. മനസ്സിലായോ? ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കണം. അപ്പോൾ ഒരു രാജ്യം എക്കണോമിക് ഡെവലപ്മെന്റിൽ എത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായിട്ട് ഈ സൂചികയുടെ അടിസ്ഥാനത്തിൽ അല്ലെ ഇൻഡിസസിന്റെ ബേസിൽ രണ്ട് കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ഒന്നാമത്തേത് ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് അഥവാ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ നാഷണൽ ഇൻകത്തിന്റെ ഗ്രോത്ത് റേറ്റ് കേട്ടോ. ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക്. രണ്ടാമത്തത് പോപ്പുലേഷന്റെ ഗ്രോത്ത് റേറ്റ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് എന്തിന്റെ ബേസിലാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? രണ്ട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് മക്കളെ? പേപ്പറ
rate of national income, growth. growth rate. അതായത് ഗ്രോത്ത് റേറ്റ് ഓഫ് നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക്, ജനസംഖ്യയുടെ വളർച്ചാ നിരക്ക് എന്നിവയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എന്തിനേക്കാൾ എന്ത് കൂടിയിരിക്കണം? എന്തിനേക്കാൾ എന്ത് കൂടിയിരിക്കണം? അതായത് ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് അഥവാ പെർ ക്യാപിറ്റ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം അല്ല, നാഷണൽ ഇൻകത്തിന്റെ ഗ്രോത്ത് റേറ്റ് പോപ്പുലേഷന്റെ ഗ്രോത്ത് റേറ്റിനേക്കാൾ കൂടിയിരുന്നെങ്കിൽ മാത്രമേ പെർ ക്യാപിറ്റ ഇൻകം കൂടത്തുള്ളൂ. മനസ്സിലായോ മക്കളെ? അതായത് നാഷണൽ ഇൻകത്തിന്റെ ഗ്രോത്ത് റേറ്റ് പോപ്പുലേഷന്റെ ഗ്രോത്ത് റേറ്റിനേക്കാൾ കൂടിയിരുന്നെങ്കിൽ മാത്രമേ എന്ത് കൂടത്തുള്ളൂ? പെർ ക്യാപിറ്റ ഇൻകം കൂടത്തുള്ളൂ അഥവാ പ്രതിശീർഷ വരുമാനം കൂടത്തുള്ളൂ. ആർ യു അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. മനസ്സിലായല്ലോ? ഇടാ സമയത്തിലിട മക്കളെ. 8:22. അപ്പോ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. അപ്പോൾ ഈ പ്രതിശീർഷ വരുമാനത്തിന്റെ വർധനവ് അല്ലെങ്കിൽ വളർച്ച ഈ വികസനത്തിന്റെ ഒരു അതായത് പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ ഗ്രോത്ത് ഡെവലപ്മെന്റിന്റെ ഒരു ഇൻഡിസസ് ആണ്. മനസ്സിലായോ? ഓക്കെ ഓക്കെ സാർ. ഓക്കെ. On the basis of per capita income, it cannot be claimed that improved in the quality of living has been attained if the rich and poor disparity persists. As population development per capita income as a development index ignores factors like education, availability of nutritious food and healthcare facility that improved the quality of living, concerned only with economic growth. Per capita income
as a development index does not take into account social welfare and equitable distribution of income. മനസ്സിലായോ? അതായത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മുൻ വർഷങ്ങളിലെ സാമ്പത്തിക വളർച്ചയുമായിട്ട് താരതമ്യം ചെയ്യുന്നതിന്, അതേപോലെ തന്നെ വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച താരതമ്യം ചെയ്യുന്നത്. അതായത് 9A എന്ന് പറയുന്ന ക്ലാസ്സിന് 2020 കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് 25,000 രൂപയാണ്. 9Bക്ക് അത് 15,000 രൂപയാണ്. 9Cക്ക് അത് 35,000 രൂപയാണ്. 9Dക്ക് അത് 47,500 രൂപയാണ്. അപ്പോൾ നമ്മൾ ഈ 4 ക്ലാസിന്റെയും 2019 ഇൻകം ആണ് നമ്മളിപ്പോ പറഞ്ഞത്, ആണല്ലോ. 9Aയുടെ വരുമാനം എത്രയാണ് 2019-20 9Aക്കാരുണ്ടോ അതിനകത്ത്? 9Aക്കാരുണ്ടോ അതിനകത്ത്? 9Aക്കാരെല്ലാം ഉണ്ടോ? ബിക്കാരുണ്ടോ? 9Cക്കാര്? 9Aക്കാരുണ്ടോ? 9Bക്കാരുണ്ടോ? ആരാണ് 9Bക്കാര്? അഭിജിത ഡി അല്ലേ? അതെ സർ. അഭിജിത ഡി, ഞാൻ പറയുന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങളുടെ 2020 വരുമാനം എന്ന് പറയുന്നത് 25,000 രൂപയാണ്. നോട്ട് ചെയ്ത് വെച്ചോണേ, ഞാൻ ചോദിക്കുമ്പോൾ പറയണേ. ഒൻപത് ബിക്കാർ ആരെങ്കിലും ഉണ്ടോ? ബിക്കാര് 9Bക്കാര് ആരെങ്കിലും ഉണ്ടോടാ? അശ്വിൻ സന്തോഷാണോ? അശ്വിൻ എമ്മാനാണ്? അശ്വിൻ, നിങ്ങളുടെ 2020 വരുമാനം എന്ന് പറയുന്നത് 15,000 രൂപയാണ്. നോട്ട് ചെയ്തിട്ടേ. ഓക്കെ. 9Cക്കാര് 9Cക്കാര് നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് 35,000 രൂപയാണ്. നോട്ട് ചെയ്തിടണേ. 9Dക്കാര് സാർ, നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് 47,500 രൂപയാണ് 2020. എഴുതിയോ? നോട്ട് ചെയ്തിട്ടോ? നോട്ട് ചെയ്തു സാർ. ഓക്കെ. അപ്പോൾ 9Aക്കാരുടെ വരുമാനം എത്രയാണ് ഇപ്പോൾ നമ്മൾ നോട്ട് ചെയ്തത്? 2020 25,000 അല്ലേ? 9Bക്കാര് 15,000. 15,000. 9Cക്കാര് 47,500. 9CC 9Dയുടെ 47,500 അല്ലേ? ഇത് ഏത് വർഷത്തെ വരുമാനത്തിന്റെ ഒരു മെഷർമെന്റ് ആണ് നമ്മളിപ്പോ നടത്തിയിട്ടുള്ളത്?
2020. 2000. ഇനി 2021 നോക്കിക്കോ. 9 ഡി കാർഡുകൾ 30,000 എത്രയായി? 30,000. 30,000. 9 സി കാർഡ് 49,000. 9 സിയുടെ 49,000. 9 ബിയുടേത് 37,535. എത്രയായി? 37,535 രൂപയായി. 9 എയുടേത് 26,342 രൂപയായി. ഞാൻ പറയുന്ന നോട്ട് ചെയ്തിടണേ. 9 എയുടേത് 26,342 രൂപയായി. sir. ആ പറയൂ. പീത നോട്ട് ചെയ്തിട്ടോടി. ചെയ്തു സർ. അപ്പോൾ വിജിത, നമ്മളുടെ 9 എയുടെ 2 വർഷത്തെ കണക്ക് തമ്മിൽ ഇൻകം തമ്മിലൊന്ന് നോക്കിക്കേ. 2020 എത്രയാണ്? എത്രയാണ്? 25,000 അല്ലേ 2020? അതെ സർ. 2021 ആയപ്പോ എത്രയായി? 2021 വേഗം പറയൂ കുഞ്ഞേ. ദേവി, നമ്മുടെ ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. സോ ആ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ Okay, sir. ഓക്കെ സർ. ഇനി ഹിസ്റ്ററി ഇന്ന് എടുക്കണ്ട, നാളെ എടുക്കാം ഹിസ്റ്ററി. എനിക്ക് വയ്യ. ഓക്കെ, അപ്പോ നാളെ ജോഗ്രഫി ആയിരിക്കത്തില്ല എടുക്കുക, ഹിസ്റ്ററി ആയിരിക്കും എടുക്കുക. സൂഫിസം നിങ്ങൾ എല്ലാവരും സൂഫിസം എന്ന ആ പോർഷൻ ഒന്ന് വായിച്ചുകൊണ്ട് പോകട്ടെ കേട്ടോ. ഇതിന്റെ നോട്ട് ഇന്നോ പറ്റുമെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ഞാൻ ഇട്ട് തരാം കേട്ടോ. ഓക്കെ സർ. Okay, sir. എല്ലാം ഓക്കെ സർ. കുറെ പേര് അന്നന്ന് പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ എനിക്ക് വായിച്ചിടാറുണ്ട്. ഞാൻ നോക്കാറുള്ളത്. നോക്കി ഞാൻ അപ്പൊ തന്നെ അവർക്ക് കാണുന്നത് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അവർക്കറിയാം, ഇടുന്നവർക്കറിയാം. ഓക്കെ, പിന്നില്ലേ Sir. ഇവിടെ ആരൊക്കെ ഇതിനകത്ത് അറ്റൻഡ് ആയിട്ടുണ്ട് നിനക്ക് കാണാൻ പറ്റുമോ? Teacher അല്ലാതെ. ടീച്ച്മെന്റില്ലേ? വേഗം അവരുടെ പേരൊന്ന് വായി. അലൻ ജോൺ ഡാനിയൽ, അശ്വിൻ അമ്മാർ, അലീന തോമസ്, അനുഗ്രഹ അക്കാജി, റോണ, അജിത ഷാജൻ, ഷിഫാന സജ്ഞാദ്, നിസ ഷിബു, നീരജ, ബി, അഞ്ജലി കൃഷ്ണ, അനുഗ്രഹ അനഘ മോൾബി, സ്നേഹ ഡെന്നിയാണോ?
ഷഹന മോളിലാണോ? ആ അനഘയുണ്ട്, ഷെഹനയുണ്ട്. ആ ആ ഇഷാന റാഫി, ആ അംന അഷറഫ്, ലീബ എബ്രഹാം, ഗായത്രി കെ, ഉം, വൈഷ്ണവ് ഹരി, ഉം, ജഗൻ സജി, അമൽ കെ നായർ, വിജിത, ഷെർലിൻ മോൻസി, ഉം, ഷെഹല അൻസാരി, ആ അമൽ പി സന്തോഷ്, മുഹമ്മദ് ഇക്സാൻ, ആ കാർത്തിക് ദിലീപ്, ആ ആരോമൽ രാമചന്ദ്രൻ. ആ നിന്റെ പേര് പറയണ്ടേ? ബിനിൽ നേടാ നിന്റെ പേര് കൂടെ പറ. പി റേനി. ആ ഓക്കെ. സോ മക്കളെ, അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് പിരിയാം. നാളെ ഹിസ്റ്ററി ആയിരിക്കും. ഒരു 3/4 മണിക്കൂർ കാണും. ഇതേപോലെ തന്നെ 8 മണിക്കായിരിക്കും. ആരെങ്കിലും ക്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയുക, ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുക കേട്ടോ. Okay, sir. ഓക്കെ സാർ. സോ കാണാൻ ഗൂഗിൾ മീറ്റില് എന്റെ ഫോൺ വർക്ക് ആവുന്നില്ല, ഗൂഗിൾ മീറ്റ്, അതുകൊണ്ടാണ്. സോ അപ്പോൾ നമുക്ക് ഇതിന്റെ ഇപ്പൊ ഈ ക്ലാസ് റെക്കോർഡഡ് ആയിട്ടുണ്ട്. ഇതിപ്പോ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാണാത്ത കുട്ടികളോട് പറയുക, യൂട്യൂബിൽ സാർ അപ്ലോഡ് ചെയ്യും ഇപ്പൊ തന്നെ ഇത്. അവിടെ നിന്ന് കാണാൻ പറയാം. കണ്ടിട്ട് അവരുടെ പേരെഴുതി അതിന്റെ താഴെ ഇടാൻ പറയണം കേട്ടോ. കമന്റ് ബോക്സിൽ പേരെഴുതി ഇടാൻ പറയണേ. ഓക്കെ. ഓക്കെ സാർ. Okay, sir. ഗുഡ് ബൈ. ബൈ.